അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് കരുതുന്നുണ്ടോ? പോലീസ് കൃത്യമായി ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ ഈ ക്രിമിനൽ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് അന്ന് ഞങ്ങൾ പരാതി കൊടുത്ത സമയത്ത് ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ 307 പ്രകാരം വകുപ്പ് പ്രകാരം എടുത്തിരുന്നെങ്കിൽ അന്ന് തന്നെ ഈ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാമായിരുന്നു. കാരണം ഞങ്ങളുടെ പരാതിയിലും മൊഴിയിലുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ല. അന്ന് ചെയ്തിരുന്നുവെങ്കിൽ ഈ രാഹുൽ ഇന്ന് രക്ഷപ്പെടുമായിരുന്നില്ല. അന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അതുകൊണ്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് രാഹുലിനെ പിടിക്കാൻ കഴിയാത്തതും ലോക്കൗട്ട് നോട്ടീസ് പതിക്കേണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്യാത്തതിൻ്റെ വീഴ്ചയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു സസ്പെൻഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു വാങ്ങിയ ഒരു ശിക്ഷ പോലെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇതിപ്പോ മനഃപൂർവ്വമായി വരുത്തിയ വീഴ്ച എന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അതല്ലാതെ ഇപ്പോ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഗാർഹിക പീഡന കംപ്ലൈന്റ് വന്നു, ഇത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഷ്യൂ അല്ലേ എന്ന മട്ടിൽ ലാഘവത്തോടു കൂടി പോലീസുകാർ കൈകാര്യം ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ഇത് അതാണോ? അതല്ല എങ്കിൽ ഈ രാഹുലിനോടുള്ള എന്തോ ഒരു ചങ്ങാത്തം വെച്ചിട്ട് ഇവർ മനഃപൂർവ്വം രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിച്ചതാകുമോ? ഇത് മനഃപൂർവ്വമാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ലാഘവത്തോടു കൂടി കണ്ടു. ഇത്രയും ക്രൂരമായി മർദ്ദിച്ചിട്ട് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായിട്ട് അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടു കൂടി അദ്ദേഹം എടുത്തില്ല. പിന്നീട് ഈ ചാനലുകളും മറ്റുമൊക്കെ ഈ വാർത്തകളും ഒക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് ആ സീരിയസ്നെസ്സും അദ്ദേഹത്തിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ബോധ്യം വന്നിട്ടുണ്ടാവും. അതെ, അന്ന് ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടിയുടെ അവസ്ഥ കാണുന്നു. അമ്മ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 2 പേര് ചേർന്ന് പെൺകുട്ടിയെ സ്റ്റേഷനിലേക്ക് നടത്തിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ അത്രയും അവശയായിരുന്നു. അവിടെ ഈ മൊബൈൽ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്തിൽ കഴുത്തിൽ മുറുക്കിയതിന്റെ പരിക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും പോലീസ് അവിടെ ഒന്നും നിങ്ങളോട് ഇരിക്കാൻ പോലും പറയുന്നില്ല. പുറത്ത് കല്ലിൽ ഇരിക്കേണ്ടി വന്നു. അതിനുശേഷം ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോയി വാങ്ങിക്കൊണ്ട് വരൂ എന്ന് പറയുന്നു. അങ്ങനെ ആശുപത്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ രാഹുൽ അവിടെ ഉണ്ട്, പോലീസുകാരുമായി ചിരിച്ചു കളിച്ചു നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് വിശദീകരിച്ചത്. അപ്പോൾ ഈ കാര്യത്തിൽ പോലീസ് എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറിയെന്നാണ് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്ന് ചോദിച്ചാൽ രാഹുൽ ഏതെങ്കിലും രീതിയിൽ പോലീസുമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഒരു പക്ഷേ അവരുടെ സൗഹൃദം കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം കൊണ്ടാവാം. ഏതായാലും ഞങ്ങളോട് അത്ര നല്ല രീതിയിലല്ല. പോലീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് മാത്രമാണ്, മറ്റ് പോലീസുകാരെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പെരുമാറിയിരിക്കുന്ന രീതി അത്ര നല്ല രീതിയിലായിരിക്കില്ല എന്നുള്ളതാണ്. ഞാൻ ചില കാര്യങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ അദ്ദേഹം എന്തോ സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ കുറിച്ചാണോ, സരിനെ കുറിച്ചാണോ പറയുന്നത്? അതെ 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 അതായത് അവിടുത്തെ CI കുറിച്ചാണ്. ആ CI ആണ് ഞങ്ങളെ വിളിപ്പിക്കുന്നതും കാര്യങ്ങൾ ചോദിക്കുന്നതും ഞങ്ങൾ പറയുന്നതും. ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. ഞങ്ങൾ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടു കൂടി പറയുകയും ഞാൻ ആണ് അവിടെ പരാതി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ മൊഴിയെടുത്തു. അപ്പോൾ അത് ഗൗരവത്തോടു കൂടി എടുത്ത് 307 അത് വകുപ്പ് കൊള്ളിച്ചിരുന്നു എങ്കിൽ അന്ന് തന്നെ ഈ കക്ഷിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാമായിരുന്നു. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഈ കക്ഷിക്ക് ഇന്ന് ഈ സസ്പെൻഷൻ വാങ്ങേണ്ടിയിരുന്നില്ല. ശരി. അല്ല, അതിനിടയ്ക്ക് അമ്മ പറഞ്ഞ ഒരു കാര്യം, വളരെ കൂളായി അവിടെ പോലീസുകാരോട് ഇടപെട്ടിരുന്നു, പോലീസുകാരും രാഹുലും തോളിൽ കൈയിട്ട് ചങ്ങാത്തം പ്രകടിപ്പിച്ചിരുന്നു എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ അവിടെ ഉണ്ടായി. വളരെ സൗഹൃദത്തോടു കൂടി അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും രാഹുലിൻ്റെ മുഖത്ത് പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ സൗഹൃദത്തോടു കൂടിയാണ് 1-2 പോലീസുകാരായിട്ട് പുള്ളി പെരുമാറി വന്നത്. അല്ല, പോലീസിന്റെ ഉദ്ദേശം അവിടെ സ്റ്റേഷനിൽ വെച്ചൊരു അനുരഞ്ജനം ഉണ്ടാക്കുക, എന്നിട്ട് 2 പേരും കൂടി ഒരുമിച്ച്, അതായത് ഈ അതിക്രമിയായ രാഹുലും പെൺകുട്ടിയും കൂടി ഒരുമിച്ച് വീട്ടിലേക്ക് പോവുക എന്നുള്ള കാര്യത്തിൽ തന്നെയാണോ പോലീസ് ശ്രമിച്ചത്?
അങ്ങനെയാണ് ശ്രമിച്ചത്. കാരണം ഇവർ രണ്ടുപേരെയും കൂടി ചേർത്തിരുത്തിയപ്പോൾ അവൻ എൻ്റെ മകളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കയറി ചെന്ന്, ഇത് പറ്റില്ല, നിങ്ങളുടെ ഡ്യൂട്ടി ഇവരെ രമ്യതപ്പെടുത്തലല്ല, ഞാൻ തന്ന പരാതിയിൽ പരിഹാരമുണ്ടാക്കലാണ് എന്ന് പറഞ്ഞ് അപ്പോൾ അവിടുത്തെ ചില പോലീസുകാർ അവരെ മാറ്റിയിരുത്തി. അപ്പം രമ്യതപ്പെടുത്താനാണ് ആദ്യം അവർ ശ്രമിച്ചത്. ഇതൊക്കെ സാധാരണ പോലെ നടക്കുന്ന സംഭവങ്ങളാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ശരി, ഇത് സാധാരണ രീതിയിൽ നടക്കുന്നൊരു സംഭവമല്ല, അതിക്രൂരമായിട്ട് വധിക്കാനായിട്ട് തന്നെ തീരുമാനിച്ച് ചെയ്ത പ്രവൃത്തിയാണ്. മദ്യലഹരിയും ലൊക്കെയായിട്ട് മറ്റ് വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ചെയ്ത പ്രവൃത്തിയാണ്. ശരി, ഇന്നിപ്പോ രാഹുലിനെ കുറിച്ച് കൂടുതൽ പരാതികൾ വരികയാണ്. കഴിഞ്ഞ കൊല്ലം ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ വിവാഹം ഒഴിവാക്കാതെ, വിവാഹമോചനം നിയമപരമായി നേടാതെയാണ് താങ്കളുടെ മകളെ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നൊരു പരാതി കോട്ടയം ഈരാറ്റുപേട്ടയിൽ നിന്ന് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു വഞ്ചിച്ചു എന്ന് ഒരു പരാതി, അതൊരു ആക്ഷേപമായി പരാതിയായി രേഖാമൂലം വന്നോ എന്നുള്ളത് ഇനിയും തീർച്ചയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. കാരണം ഈ രാഹുലിൻ്റെ അമ്മ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേട്ടു. അതായത് മറ്റൊരു വിവാഹം കഴിച്ചു, അതായത് രജിസ്റ്റർ വിവാഹം കഴിച്ചു, അവരുമായിട്ട് കുറേ ദിവസങ്ങൾ ബാംഗ്ലൂരിൽ എവിടെയോ താമസിച്ചു, പിന്നീട് ആ ബന്ധം ഉപേക്ഷിച്ചു. എന്നാൽ അത് നിയമപരമായിട്ട് ഉപേക്ഷിക്കാതെയാണ് എൻ്റെ മകളെ വിവാഹം കഴിച്ചിരിക്കുന്നത്. ഇത് തികച്ചും ഒരു വഞ്ചനയാണ്, ഒരു വിവാഹ തട്ടിപ്പാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അതുകൂടാതെ വേറെയും കല്യാണ ആലോചനകൾ നടത്തുകയും എൻഗേജ്മെൻ്റ് വരെ എത്തുകയും, അപ്പോൾ ആ പെൺകുട്ടികളുടെ രക്ഷകർത്താക്കൾ ഇവനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ തികച്ചും ഒരു ഫ്രോഡാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വേണ്ടാന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനി മറ്റൊരു കുട്ടിക്ക് ഇത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തക്കതായ ശിക്ഷ ഇവന് കൊടുത്തേ പറ്റൂ. ഇവനിപ്പോൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ആ CI അന്ന് ചെയ്തതിൻ്റെ അനാസ്ഥയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല. ഇന്ന് പിന്നീട് ഞാൻ മുഖ്യമന്ത്രിക്കും DGPക്കും SP-ക്കും ഒക്കെ പരാതി കൊടുത്തു. മുഖ്യമന്ത്രി കർശനമായിട്ട് ഇതിൽ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ACP-യെ ചുമതലപ്പെടുത്തി, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് ACP-യെ ചുമതലപ്പെടുത്തി. ACP വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു ഓഫീസറാണ് എന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്തതിൽ ഈ ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഞാനൊരു ഗുഡ് സല്യൂട്ട് അടിക്കുകയാണ്. ശ്രീ ഹരിദാസ്, ഒപ്പം ഇന്നിപ്പോൾ ഈ രാഹുലിൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും ഒക്കെ ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അത് വ്യക്തിഹത്യാപരവുമാണ്. അങ്ങനെ മകളെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും ഇടപെടൽ തേടിയിട്ടുണ്ടോ? അവർ ഇപ്പോൾ അവരുടെ ഭാഗത്ത് കുറ്റമുണ്ട് എന്നും ഈ പ്രവൃത്തികൾ ക്രൂരകൃത്യങ്ങൾ ചെയ്തതാണെന്നും പോലീസിനോടും ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ അവർ രക്ഷപ്പെടാൻ വേണ്ടി പല മാർഗങ്ങളും പല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല അത്.